Hi dears, welcome back to Variety Recipes. രാവിലെ ക്ഷീണവും മടിയൊക്കെ തോന്നുന്ന ദിവസങ്ങളിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ റെസിപ്പിയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് 3 ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ വേഗത്തിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഒരാൾക്കുള്ള മീലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അതിനൊരു മുട്ട ഞാനിവിടെ പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 തവി അപ്പത്തിൻ്റെ മാവ് ചേർത്ത് കൊടുക്കാം. ഞാൻ അപ്പം ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കിയപ്പോഴാണ് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ടുള്ള മടി തോന്നിയത്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. എൻ്റെ ഹസ്ബൻഡാണ് ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. മടി തോന്നണമെങ്കിൽ നീ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനത് അങ്ങനെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാണ്. അപ്പത്തിൻ്റെ മാവ് ഞാനൊരു ഫ്രൈങ് പാനിലാണ് ഒഴിച്ചിരിക്കുന്നത്. നേരിയ തീയിൽ മുകൾ ഭാഗം ഒന്ന് സെറ്റാകുന്നത് വരെ കുക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇത് ചെല്ലാത്ത ഭാഗത്തൊക്കെ ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് സ്പ്രിംഗ് അണിയൻ ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മീതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മിൻറ്റ് ലീവ്സോ അല്ലെങ്കിൽ കോറിയാൻഡർ ലീവ്സോ നിങ്ങൾക്ക് ടേസ്റ്റിനുള്ള ലീവ്സ് ഏതാണെന്ന് വെച്ചാൽ അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി തൂവി കൊടുക്കുക. ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് കുരുമുളക് പൊടിയും തൂവി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. ചെറിയൊക്കെ ചേർത്താൽ കുറച്ച് സ്വീറ്റായിട്ടിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യുക. സ്പ്രിംഗ് അണിയൻ ഇളകി പോകാതിരിക്കാനായിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിത് മറിച്ചിടുമ്പോഴേക്കും അടർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ താഴെ ഭാഗം കുക്കായി കഴിയുമ്പോഴേക്കും സ്പൂൺ കൊണ്ട് ഇത് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയും ചേർക്കാം. എന്നിട്ട് താഴത്തെ ഭാഗം മൊരിയുന്നത് വരെ ഒരു 2 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുക. നന്നായിട്ട് മൊരിയണമെന്നുള്ളവർക്ക് 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ മാവുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. മുട്ടക്കറി വെക്കണമെങ്കിൽ ഒത്തിരി സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഒത്തിരി സമയം കറി ഉണ്ടാക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു മുട്ട വീതം ബീറ്റ് ചെയ്ത് എടുത്തിട്ട് വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കാം. സിമ്പിളായിട്ട് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ജാമോ ചോക്ലേറ്റ് സോസോ അല്ലെങ്കിൽ ന്യൂട്രലയോ ഇതിൻ്റെ പുറമേ തേച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുത്ത് കൊടുക്കാവുന്നതാണ്. മുതിർന്നവർക്ക് ഇതിങ്ങനെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ 2 ഐറ്റം കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ടും വളരെ ഡെലീഷ്യസുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യാം. പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.